ഒരു പോയിന്റ് നമ്മൾ നേടിയിരിക്കുകയാണ് ഫൈനലി. അവസാനം 5ാമത്തെ മത്സരത്തിലാണ് നമ്മൾ ആ പോയിന്റ് നേടിയിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാളുമായിട്ട് ആ ഒരു പോയിന്റ് നമ്മൾ നേടിയിരിക്കുന്നു ഗൈസ്, നേടിയിരിക്കുന്നു. കളിയെ പറ്റിയിട്ടൊക്കെ ഒന്നും പറയാനില്ല, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരുന്നത്. ഞാൻ കുറെ ആലോചിച്ച് എന്ത് പറയും, വീഡിയോ ചെയ്യാൻ എന്താ പറയേണ്ടത്. സോ എന്തായാലും എബിൻ ദാസിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു വിദേശ പ്ലേയേഴ്സ് ഒക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷകൾ നൽകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു മലയാളി പ്ലെയർ നമുക്ക് പ്രതീക്ഷ നൽകുക എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ്. ഇപ്പോ സഹല് നമുക്കങ്ങനെ പ്രതീക്ഷ തന്ന ഒരു പ്ലെയർ ആയിരുന്നു. രാഹുൽ KP, അതേപോലെ വിപിൻ മോഹൻ, ഐമൻ. അപ്പോ അതേപോലെ ഭയങ്കര പ്രതീക്ഷ നൽകുന്നു നമുക്ക് എബിൻ ദാസിന്റെ ഇന്നലത്തെ പെർഫോമൻസ് ആ രീതിക്കായിരുന്നു. എബിൻ ദാസ് ഇന്നലെ കളം നിറഞ്ഞ് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും എബിൻ ദാസ് ഉണ്ടായിരുന്നു. എബിൻ ദാസിന്റെ ടച്ച് ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി. എബിൻ ദാസ് വളരെ നന്നായിട്ട് ഇന്നലെ പെർഫോം ചെയ്തു. പിന്നെ ഇന്നലെ എബിൻ ദാസിന്റെ ഒരു കോർണറിൽ നിന്ന് വന്ന ബോളാണ് അച്ഛൽ ഹെഡ് ചെയ്ത് അകത്തിടുന്നത്. ശരിക്കും പറഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉണ്ടായതുപോലെയാണ് ആ നിമിഷത്തിൽ തോന്നിയത്. കാരണം നമ്മളിങ്ങനെ തോറ്റു എത്ര മത്സരങ്ങളായി, എത്ര കളിയായി. എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പിന്റെ ലാസ്റ്റ് മുംബൈ ആയിട്ടുള്ള തോൽവിയിൽ തുടങ്ങിയതാണ്. ഗോവയിൽ സ്റ്റേഡിയത്തിലിരുന്നാണ് ആ കളി കണ്ടത്, ഷട്ടോടയിലിരുന്ന്. അപ്പോൾ അവിടെ മുതൽ കഴിഞ്ഞ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ, അതായത് നമ്മുടെ ഹോം മത്സരങ്ങൾ പോലും നമ്മൾ തോറ്റ് ഇരിക്കുന്ന അവസ്ഥയിൽ ഇന്നലത്തെ ആ ഒരു സമനില എന്ന് പറയുന്നത് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ആശ്വാസം ഏകുന്ന ഒരു സാധനമാണ്. പിന്നെ വേറെ കളിയെ പറ്റിയിട്ടൊക്കെ പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല കണ്ടം കളിയായിരുന്നു. ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരം ഞാൻ പിന്നെയും പറഞ്ഞു, എല്ലാവരും കളിച്ചു, നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കണ്ടം കളി, പലയിടത്തും പല മിസ്റ്റേക്കുകളും, ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി കളി. സാധാരണ നമുക്ക് ഒരു കളി കാണുമ്പോൾ അതിനൊരു ഒഴുക്കും സ്വാഗൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധനം പോലെ തോന്നി. താളയ്ക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു ഇന്നലെ. പിന്നെ എന്തായാലും നമുക്ക് സമനില പിടിക്കാൻ പറ്റി. പിന്നെ പുതിയതായിട്ട് വന്ന ഡിഫൻഡർ ആള് ഒന്നും പറയാറായിട്ടില്ല, പക്ഷെ ആള് കുറെ ഇന്റർസെപ്ഷൻസും കുറെ അഗ്രസീവ് പരിപാടികളും ഒക്കെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കണ്ടു. പുള്ളി എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തായാലും കാത്തിരിക്കാം പുള്ളിയുടെ കലാപരിപാടികൾ എന്താണെന്ന് അറിയാൻ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിനെ പറ്റി നമുക്ക് പറയാൻ ഇതേ ഉള്ളൂ. പെർഫോമൻസ് ബേസ് ഭയങ്കര നന്നായിരുന്നു എന്നൊന്നും പറയാനില്ല. എടുത്തു പറയാനുള്ളത് നമുക്ക് എബിൻ ദാസിനെ പറ്റിയിട്ട് മാത്രമാണ്, എബിൻ ദാസിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ് കളിയെ പറ്റിയിട്ട്? എങ്ങനെയോ ടൈ പിടിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കളിയും വെച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പോക്ക് എന്താകും എന്ന് പോലും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ 5 മത്സരത്തിൽ നിന്ന് ഇപ്പൊ ആകെ എടുത്തിട്ടുള്ളത് ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് മത്സരം പഞ്ചാബുമായിട്ടാണ്. എന്തായി തീരുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാം, മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കാം, അല്ലാതെ വേറൊന്നും പറയാനില്ല. Management out. Thank you.